ഫീൽഡ് വാച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സിമ്പിൾ വാച്ചാണ്. സമയം നോക്കുക എന്നുള്ള ഒരൊറ്റ ഫംഗ്ഷനാലിറ്റി മാത്രമേ നോർമലി ഫീൽഡ് വാച്ചിൽ ഉണ്ടാവുള്ളൂ. ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിരിക്കും, സ്ലിം ആയിരിക്കും, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഈ വാച്ച് കണ്ടുപിടിച്ച കാലം തൊട്ട് ജെന്റ്സ് ഒക്കെ പോക്കറ്റ് വാച്ച് ആണ് യൂസ് ചെയ്തിരുന്നത്. ഈ ലേഡീസിന് അത് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ പോക്കറ്റ് വാച്ച് കൈയും ഒരു ആഭരണം പോലെ ഉപയോഗിക്കുക എന്നുള്ള കൺസെപ്റ്റിലാണ് റിസ്റ്റ് വാച്ചുകൾ ഉണ്ടായത്. ഒരു വേൾഡ് വാർ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ മാറി പറഞ്ഞു. വേൾഡ് വാർ വന്നോടുകൂടി ഈ സോൾജേഴ്സിനൊക്കെ വാച്ച് ഒരു അത്യാവശ്യമായി വന്നു. വേറെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് സമയമായിരിക്കും എല്ലാവരോടും അറിയിക്കുക. ഇത്ര സമയത്തിൽ ഇതിന്റെ കാര്യം ചെയ്യണം, അത് കോർഡിനേറ്റ് ചെയ്യണം. അതിനൊക്കെ വേണ്ടി മിലിറ്ററി ആവശ്യങ്ങൾക്ക് വാച്ച് ഉണ്ടാക്കാൻ കമ്പനികളോട് ആവശ്യപ്പെട്ടു. പോക്കറ്റ് വാച്ചുകളും കൊണ്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അത് പോക്കറ്റിൽ നിന്ന് എടുത്ത് സമയം നോക്കലും, അല്ലെങ്കിൽ അത് മെയിൻ ആയിട്ട് ഒരു ലക്ഷറിയസ് പ്രോഡക്റ്റ് ആയിട്ടാണ് അന്ന് ഡെവലപ്പ് ചെയ്തിരുന്നത്. അമേരിക്ക ആയാലും ബ്രിട്ടൻ ആയാലും ജർമ്മനി ആയാലും അവരുടേതായ പല സ്പെസിഫിക്കേഷനുകളും ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാ വാച്ചുകളും 36-38 mm ആയിരിക്കും. ഡയൽ ബ്ലാക്ക് ആയിരിക്കും, വൈറ്റ് ഇൻഡിസസ് ആയിരിക്കും, ലൂമിനസ് ആയിട്ടുള്ള ഹാൻഡ്സ് ആയിരിക്കും. അന്ന് നൈലോൺ സ്ട്രാപ്പുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഹാൻഡ് വൗണ്ട് മെക്കാനിക്കൽ മൂവ്മെന്റ് ആണ് ഉപയോഗിച്ചിരുന്നത്. വാട്ടർ റെസിസ്റ്റന്റ് 50 മീറ്റർ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരുന്നു. ബിക്കോസ് ഇതൊരു ലക്ഷറി ആയിട്ടല്ല യൂസ് ചെയ്തിരുന്നത്. സമയം നോക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. റഫ് ആൻഡ് ടഫ് ആയിട്ട് യൂസ് ചെയ്യണം. വേറെ ഫംഗ്ഷനാലിറ്റികളൊന്നും വേണ്ട. 40 mm 45 mm വരെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു വാച്ചിന്റെ സൈസ്. ഡിജിറ്റൽ ആയിട്ടുള്ളതുണ്ട്, പല ഫംഗ്ഷനാലിറ്റി ഉള്ളതുണ്ട്. 50 പോയിട്ട് 100, 200, 300 വാട്ടർ റെസിസ്റ്റന്റ് ഉള്ളതുണ്ട്. ഈ വാച്ച് എന്തൂസിയാസ്റ്റ് ഒരു ഫീൽഡ് വാച്ച് വാങ്ങുകയാണെങ്കിൽ 38-36 mm ഉള്ള വാച്ച് അന്വേഷിച്ച് നടക്കുന്നതാണ്. അമേരിക്കയിലാണെങ്കിൽ ബുളോവ, ഹാമിൽട്ടൺ പോലുള്ള കമ്പനികളും, യൂറോപ്പിലാണെങ്കിൽ ലോഞ്ചിൻ, ഒമേഗ, IWC, ഇങ്ങനെ പല കമ്പനിക്കാരും ഈ വാച്ചസ് ഉണ്ടാക്കിയിരുന്നു.